രോഗപ്രതിരോധ ശേഷിയും ദന്താരോഗ്യമായിട്ട് എന്ത് ബന്ധമുള്ളതെന്ന് പേഷ്യൻസ് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം നല്ല പല്ലുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും. അതിന് കാരണം പറയുന്നില്ല, നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിച്ചാലേ അത് പ്രോപ്പറായിട്ട് ദഹിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ മൈക്രോ ന്യൂട്രീഷ്യൻസും അതിനാവശ്യമുള്ള എല്ലാ പ്രോട്ടീൻസും നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുകയുള്ളൂ. അപ്പോൾ ദന്താരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ മോണപഴുപ്പോ അല്ലെങ്കിൽ പല്ലിൻ്റെ ആരോഗ്യക്കുറവ്, നമ്മുടെ കേടുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള വിശപ്പ് കുറയാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചവയ്ക്കുന്ന രീതികളും മാറും. 1-2 പ്രാവശ്യം നമ്മളൊന്ന് ചവച്ചിട്ട് നമ്മൾ ഇറക്കി വിടാനുള്ള ചാൻസ് കൂടുതലാണ്. ശരിക്കും പഴയ ആൾക്കാർ അല്ലെങ്കിൽ പറയുന്നത് മിക്സിയിൽ അരച്ച് കഴിഞ്ഞതുപോലെ നമ്മുടെ വായിന്ന് വയറ്റിലേക്ക് ഭക്ഷണം എത്തണം എന്നാണ്. എന്ന് വെച്ചാൽ 20 പ്രാവശ്യം തൊട്ട് 30 പ്രാവശ്യം ഒരു ഉരുള വായിൽ ഇരുന്ന് ചവച്ചിട്ട് വേണം നമ്മൾ ഇറക്കി വിടാൻ. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശീലമേ ഇല്ല. 2-3 പ്രാവശ്യം ചവച്ച് നമ്മൾ ഇറക്കി വിടുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രീഷ്യൻസ് എല്ലാം ആഗിരണം ചെയ്യുന്നത് വളരെയായിട്ട് കുറയാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് മോണപഴുപ്പൊക്കെ വരിക. മോണപഴുപ്പ് വരുമ്പോഴത്തേക്കും കക്ക ഫോം ചെയ്തിട്ട് വായിൽ പ്ലാക്ക് ഫോം ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ബ്ലഡിലേക്ക്, മോണയിൽ കൂടെ നമ്മുടെ ബ്ലഡിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത് പൂപ്പൽ ബാധകൾ. നമ്മുടെ നാക്കൊന്നും പ്രോപ്പറായിട്ട് വടിക്കാതിരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന നാക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കവിളിൻ്റെ സൈഡിൽ ഒരു വെളുത്തത് അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു പാട പോലെ ഫോം ചെയ്യും. അതുകൊണ്ടാണ് ബ്രഷിങ് കഴിയുമ്പോഴത്തേക്കും നാക്ക് വടിക്കണം, ബ്രഷും കൊണ്ട് തന്നെ നാക്ക് വടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വടിക്കാതിരുന്നാലും അത് പൂപ്പൽ അസുഖങ്ങൾ നമ്മുടെ ബ്ലഡിലേക്ക് വരികയും അത് സിസ്റ്റമിക്കായിട്ട് നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ സോഫ്റ്റായിട്ട് ബ്രഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കവിളും നാക്കുമൊക്കെ ബ്രഷ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കുലുക്കുഴിയണം. അതും പല്ല് കടിച്ച് പിടിച്ച് കുലുക്കുഴിയാനായിട്ട് ശ്രദ്ധിക്കുക. റെഗുലറായിട്ട് ഡെൻ്റൽ ചെക്കപ്പ് നടത്തുക. എവിടെയെങ്കിലും പല്ലിന് കേടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മിസ്സിങ് ആയിട്ടുള്ള പല്ലുകളുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയും കേടുള്ള പല്ലുകൾ അടപ്പിക്കുകയും ചെയ്യുക. റെഗുലർ ചെക്കപ്പ് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആയുസ്സും കൂട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.